ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ലൊരു വെൽക്കം ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് അനാറ് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം ചേർക്കാതെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സോഡയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ സ്പ്രൈറ്റോ അല്ലെങ്കിൽ മൗണ്ടൻ ഡ്യൂ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്ര പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി ഞാനിതിലേക്ക് കുറച്ച് മിൻറ്റ് ലീവ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൻറ്റ് ലീവ്സ് നമുക്ക് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന അനാറ് കുറച്ച് പുളി കൂടുതലുള്ളതായിരുന്നു, അതുകൊണ്ട് ഞാൻ അധികം ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു ജാറിലോ അതിന് നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ സെർവ് ചെയ്യുന്നത് അതിലേക്ക് ഒഴിച്ചിട്ടൊന്ന് ഫൈനലായിട്ട് സെറ്റാക്കി എടുക്കാം. ഇനി ഞാൻ ഇതുപോലെ ഒരു ജാറിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ തണുപ്പിനനുസരിച്ച് നമുക്ക് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ അനാറിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ഭാഗമൊക്കെ ഒഴിച്ചാൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മിൻറ്റ് ലീവ്സും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സ്ലൈസ്ഡ് ലെമണും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സോഡയാണ്. ഇനി നമുക്ക് സോഡ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, പക്ഷേ ഇതൊന്ന് സെറ്റിലാവാൻ നോക്കണം, കാരണം ഇത് ഫുള്ളായിട്ടുണ്ടാവില്ല. എന്നിട്ട് നമുക്കിതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ ഈസി ആയിട്ടുള്ള നമ്മുടെ പൊമഗ്രനേറ്റ് വെൽക്കം ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഡ്രിങ്ക് ഏതാ നോക്കാം. ഇനി നമുക്ക് ഇതിലും വ്യത്യസ്തമായിട്ട് ഗ്രേപ്സ് വെച്ചൊരു ഡ്രിങ്ക്സ് തയ്യാറാക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സീഡ്സ് ഇല്ലാത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിലേക്കൊരു 1/2 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഷുഗർ ഒന്ന് മെൽറ്റായി കുറച്ച് സമയം നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. 5 മിനിറ്റൊക്കെ മതിയാവും നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് ജ്യൂസാക്കി എടുക്കാം. അപ്പോൾ ഞാനിതിവിടെ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് തയ്യാറാക്കിയത് ബാക്കിയായിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ഡ്രിങ്ക്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബായിട്ടല്ലാതെ പൊടിച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു സ്ലൈസ്ഡ് ലെമൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മിൻറ്റ് ലീവ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുന്തിരിയുടെ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് ചിയ സീഡ്സ് വെള്ളത്തിലിട്ടതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്കസ് യൂസ് ചെയ്യാം. ഞാനിവിടെ കസ്കസ് കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് അത് യൂസ് ചെയ്തത്. ഇത് ഓപ്ഷണലാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ പുളിക്ക് ആവശ്യാനുസരണം ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ സോഡ യൂസ് ചെയ്തത് കൊണ്ട് മാത്രമാണ് മുന്തിരി വേവിച്ചെടുക്കുമ്പോൾ അതിൽ 1/2 കപ്പ് പഞ്ചസാര ചേർത്തത്. നിങ്ങൾ മൗണ്ടൻ ഡ്യൂ അല്ലെങ്കിൽ സ്പ്രൈറ്റോ ചേർക്കുമ്പോൾ ഇത്ര മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് സോഡ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള 2 വെൽക്കം ഡ്രിങ്ക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്